नटखट चूहा चैप्टर 14 नटखट नॉटी चूहा എലി बच्चों एक था चूहा ഒരിക്കൽ ഒരു എലി ഉണ്ടായിരുന്നു बहुत ही नटखट और बड़ा ही चालाक ഭയങ്കര കുറുമ്പനും നല്ല ക്ലെവറും ആയിരുന്നു कुछ न कुछ शरारत करने का उसका हमेशा मन करता रहता था എന്തെങ്കിലും കുറുമ്പ് കാണിക്കണമായിരുന്നു എപ്പോഴും അവന് एक दिन उसने अपने दिल में सोचा आज मैं शहर जाऊंगा ഒരു ദിവസം അവൻ ആലോചിച്ചു മനസ്സിൽ വിചാരിച്ചു ഇന്ന് ഞാൻ ടൗണിൽ പോവും ഷെഹർ ടൗൺ बारिश के कारण बिल से बाहर निकले बहुत दिन बीत गए हैं നല്ല മഴയായിരുന്നു അത് കാരണം ബിൽ ഹോൾ ആ ഹോളിൽ നിന്ന് എലി പുറത്തേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല घर में बैठे बैठे दिल घबरा गया था വീട്ടിലിരുന്നിരുന്നിട്ടോ ബോറായിപ്പോയി नटखट चूहा झटपट तैयार होकर शहर की ओर निकल पड़ा ഈ നട്ട്കട്ട് ചൂഹ झटपट വേഗം തന്നെ റെഡിയായിട്ട് ടൗണിലേക്ക് ഇറങ്ങി वह मस्ती से झूमता हुआ चला जा रहा था कि रास्ते में उसे एक बड़ी सी कपड़े की दुकान दिखाई दी അവൻ ഇങ്ങനെ പോകുമ്പോൾ അവന് വലിയ ഒരു തുണിക്കട കണ്ടു दुकानदार अपनी दुकान खोलकर अंदर जा ही रहा था कि नटखट चूहा भी चुपचाप उसके पीछे अंदर चला गया ദുക്കാൻദാർ കടക്കാരൻ ഉള്ളിലേക്ക് പോണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഈ എലിയും മിണ്ടാണ്ട് ഉള്ളിൽ കയറി जैसे ही दुकानदार अपनी जगह पर बैठा उसकी नज़र चूहे पर पड़ी കടക്കാരൻ അവിടെ ഇരിക്കാൻ പോകുമ്പോഴേക്കും അവൻ ഈ എലിയെ കണ്ടു दुकानदार ने कहा अरे तू मेरी दुकान में क्या कर रहा है चल भाग यहाँ से കടക്കാരൻ പറഞ്ഞു നീ എന്താ ചെയ്യണത് ഇവിടുന്ന് ഓടിപ്പോ चूहा बोला मैं अपनी टोपी के लिए कुछ कपड़ा खरीदने आया हूँ എലി പറഞ്ഞു ഞാൻ എനിക്കൊരു തൊപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് തുണി വാങ്ങാനാണ് വന്നിരിക്കുന്നത് दुकानदार हंसा हा हा हट यहाँ से मैं चूहों को कुछ नहीं बेचता കടക്കാരൻ ചിരിച്ചു പറഞ്ഞു പോയി ഇവിടുന്ന് ഞാൻ എലിക്ക് ഒന്നും തരില്ല എലികൾക്ക് ഒന്നും വിൽക്കാൻ പോണില്ല ചൂഹ ഗുസ്സെ മേ ബോല ദേഷ്യത്തിൽ പറഞ്ഞു തും മുझे കപ്പട നഹി ബേച്ചോगे നീ എനിക്കൊന്നും തരില്ലേ തുണികൾ ദുക്കാൻദാർ ബോല ഭാഗ് യാ സെ ബേക്കാർ മേരാ സമയ ബർബാദ് നാ കർ കടക്കാരനപ്പം തിരിച്ചു പറഞ്ഞു പോയി ഇവിടുന്ന് എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കാണ്ട് ചൂഹ ചില്ലായ തും മുझे കപ്പട ദേത്തെ ഹോ യാ നഹി എനിക്ക് തുണി തരുമോ ഇല്ല ഒരിക്കലും ഒട്ടുമില്ല इस बार नटखट चूहे ने गाना गाया അപ്പോൾ എലി ഒരു പാട്ട് പാടാൻ തുടങ്ങി रातों रात में आऊँगा अपनी सेना लाऊँगा तेरे कपड़े कुतरूँगा രാത്രിക്ക് രാത്രി ഞാൻ വരും എൻ്റെ എലി പട്ടാളത്തെ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെ എല്ലാ തുണികളെയും കടിച്ചെടുക്കും दुकानदार डर कर बोला चूहे भैया ऐसे ना करना मैं अभी तुम्हें रेशमी कपड़े का टुकड़ा देता हूँ കടക്കാരൻ പേടിച്ചുപോയി എന്നിട്ട് പറഞ്ഞു അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ നല്ലൊരു സിൽക്കിൻ്റെ തുണി തരാം രേഷ്മി സിൽക്കിൻ്റെ തുണിയുടെ ഒരു കഷ്ണം തരാം और उसने चूहे को रेशमी कपड़े का टुकड़ा दे दिया कपड़ा लेकर चूहा उछलता कूदता दुकान से बाहर निकल गया फिर वह एक दर्जी का दुकान में आ पहुंचा दर्जी टेलर തുണി വാങ്ങി അവൻ കടയിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ഒരു ടൈലറുടെ അടുത്ത് പോയി चूहे ने कहा दर्जी जी मुझे तुमसे कुछ काम है टेलर എനിക്ക് നിങ്ങളെ കൊണ്ടൊരു പണിയുണ്ട് काम क्या काम दर्जी ने गुस्से से पूछा പണിയോ എനിക്കോ എന്ത് പണി चूहे ने दर्जी को रेशमी कपड़ा दिया और कहा कृपया इस कपड़े की एक अच्छी टोपी सील दो ഈ തുണി കൊണ്ട് ഒരു നല്ലൊരു തൊപ്പി തുന്നി തരുമോ दर्जी हंसा चल हट यहाँ से मेरा समय खराब ना कर मेरे पास तेरा काम करने का समय नहीं है दर्जी ने कहा തുണിക്കടക്കാരനെ പോലെ തന്നെ ടൈലറും പറഞ്ഞു എൻ്റെ സമയം വേസ്റ്റ് ആക്കാല്ലേ എനിക്ക് വേറെ കുറേ പണിയുണ്ട് अब चूहे को गुस्सा आ गया वह ज़ोर से चिल्लाया तुम मेरी टोपी सीलोगे या नहीं 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 दर्जी ने कहा तो ठीक है चूहा बोला और गाने लगा ടൈലർ ചെയ്യില്ല പറഞ്ഞപ്പോൾ
ഈ എലി പിന്നെയും പാട്ട് പാടാൻ തുടങ്ങി. रातों रात में आऊँगा अपनी सेना लाऊँगा तेरे कपड़े कुतरूँगा. टेलറും പേടിച്ചു പറഞ്ഞു, चूहे भैया ऐसे ना करना मैं अभी तुम्हारी टोपी बनाता हूँ. ഞാൻ ഇപ്പോൾ തുന്നിത്തരാം. और थोड़ी ही देर में दर्जी ने चूहे के लिए एक सुंदर सी रेशमी टोपी तैयार कर दी. नटखट चूहे ने उसे पहना और फिर अपना चेहरा आईने में देखा. ചെഹറ മുഖം, ആയിന കണ്ണാടി. ടെയ്ലർ നല്ലൊരു തൊപ്പി തുന്നിക്കൊടുത്തിട്ട് എലി തൊപ്പിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കി. ये टोपी तो एकदम सादी है. सादी നോർമൽ, ഭയങ്കര സിമ്പിൾ നോർമൽ ആണല്ലോ. मैं इस पर चमकीले सितारे लगवाऊंगा. ഇതിൽ കുറച്ച് മിന്നണ സ്റ്റാർസ് ഒക്കെ വെക്കും. चूहे ने सोचा. वे कूदता फांदता दुकान से बाहर निकल गया. ഓടിച്ചാടി വെളിയിലിറങ്ങി. वह सड़क पर शान से चल रहा था कि उसकी नज़र एक छोटी सी दुकान पर पड़ी जहाँ सुनहरे और रुपहले सितारे बिक रहे थे. വഴി കൂടെ നടക്കുമ്പോൾ അവൻ പിന്നെയും ഒരു കട കണ്ടു. അവിടെ നല്ല മിന്നണ സ്റ്റാർസ് മാതിരി വിൽക്കണ ഒരു കടയായിരുന്നത്. अंदर जाकर वह इधर उधर उछलने कूदने लगा. दुकानदार ने कहा, अरे चल यहाँ से, तू यहाँ क्या करने आया है. മറ്റേ അവരെ മാതിരി തന്നെ ഇയാളും പറഞ്ഞു, നീ എന്താ ഇവിടെ ചെയ്യണേ. चूहे ने कहा, मैं अपनी टोपी के लिए सुनहरे और रुपहले सितारे खरीदने आया हूँ. എനിക്ക് കുറച്ച് മിന്നണ സ്റ്റാർസ് വാങ്ങാനാണ് ഞാൻ വന്നിരിക്കുന്നത്. दुकानदार ने कहा, भाग यहाँ से, मुझे बेवकूफ़ बनाने की कोशिश ना कर. എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട, ഇവിടുന്ന് പോ. एक चूहे को सितारों से क्या मतलब. ഒരു എലിക്ക് ഈ മിന്നണ സ്റ്റാർസിനെ വെച്ചിട്ട് എന്താ ചെയ്യണ്ടേ. तुम मुझे सितारे बेचोगे या नहीं. चूहे ने गुस्से से पूछा. नहीं नहीं नहीं, मैं तुम्हें सितारे नहीं बेचूंगा, दुकानदार ने कहा. फिर चूहे ने उत्तर दिया, रातों रात में आऊँगा अपनी सेना लाऊँगा सारे सितारे बिखेरूँगा. ഇയാളും വേണ്ട പറഞ്ഞു, കൊടുക്കില്ല പറഞ്ഞു. അപ്പോൾ എലി പിന്നെയും പാട്ട് പാടാൻ തുടങ്ങി. दुकानदार ने कहा, चूहे भैया ऐसे ना करना, मैं तुम्हारी टोपी के लिए रंग बिरंगे सितारे दे दूँगा और यही नहीं उन्हें तुम्हारी टोपी में टांग भी दूँगा. കടക്കാരൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ കളർഫുൾ സ്റ്റാർസും തരാം, ആ തൊപ്പിയിൽ ഒട്ടിച്ചും തരാം. अच्छा तो ज़रा जल्दी करो, चूहे ने कहा. ना वेगन चाहिए. टोपी बनकर तैयार हो गई. चूहा टोपी पहनकर आईने के सामने खड़ा हुआ तो खुशी से उसका मन नाच उठा. തൊപ്പി റെഡിയായി. എലി തൊപ്പിയിട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. വേ സോച്ചനെ ലഗാ, മേ ഭീ കിസി രാജാ സെ കം നഹീ ഹൂँ. ഞാനും ഒരു രാജാവിനെ പോലെ ഉണ്ട്. മേ അപ്നി സുന്ദർ ടോപ്പി കിസെ ദിഖാവും. ഈ നല്ലൊരു തൊപ്പി ഞാൻ ആരെ കാണിക്കും. ചലോ അപ്നി ചംകീലി ടോപ്പി രാജാ കോ ഹി ദിഖാത്താ ഹൂँ. ഈ മിന്നണ തൊപ്പി രാജാവിനെ തന്നെ കാണിക്കാം. एक घंटे के अंदर ही नटखट चूहा राजमहल में राजा के पास आ पहुंचा. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ രാജാവിൻ്റെ അടുത്തെത്തി. वह राजा के सामने जा खड़ा हुआ. राजा अचानक चूहे को देखकर बहुत हैरान हुआ. രാജാവ് എലിയെ കണ്ടിട്ട് സർപ്രൈസ് ആയിപ്പോയി. उसने पूछा, अरे तुम यहाँ क्या कर रहे हो. നീ എന്താ ഇവിടെ ചെയ്യണേ, രാജാവ് ചോദിച്ചു. चूहे ने कहा, महाराज पहले ये बताइए कि मैं इस टोपी में कैसे लग रहा हूँ. രാജാവേ, ഞാൻ ഈ തൊപ്പിയിൽ എങ്ങനെയാണ് കാണുന്നത്. രാജാ ने जवाब दिया, वाह तुम तो एकदम राजकुमार लग रहे हो. നീ ഒരു നല്ല രാജകുമാരനെ പോലെ തന്നെയുണ്ട്. चूहा झटपट बोला, अच्छा तो फिर उतरो गद्दी से, यहाँ मैं बैठूँगा. അത് കേട്ടത് എലി പറഞ്ഞു, എന്നാൽ പിന്നെ ആ സിംഹാസനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ, ഞാൻ അവിടെ ഇരിക്കുക. राजा को हंसी आ गई. उसने कहा, भाग यहाँ से, मेरा सिंहासन चूहों के लिए नहीं है, केवल एक राजा ही इस पर बैठ सकता है. രാജാവ് അത് കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സിംഹാസനം എലികൾക്ക് ഇരിക്കാനുള്ളതല്ല, ഇതൊരു രാജാവിന് മാത്രമേ അവകാശമുള്ളൂ. चूहे ने पूछा, तो क्या तुम मुझे अपनी गद्दी नहीं दोगे. बिल्कुल नहीं, मैं तुम्हें अपना सिंहासन नहीं दूंगा, राजा ने उत्तर दिया. എനിക്ക് തരുമോ. ഇല്ല. तो तुम नहीं उतरोगे. चूहे ने फिर से पूछा. नहीं नहीं, राजा अपनी बात पर अड़ा रहा. ഞാൻ ഇത് വിട്ടു തരില്ല. राजा ने आदेश दिया, पकड़ लो इस चूहे को. सिपाही चूहे को पकड़ने दौड़े.
രാജാവ് പറഞ്ഞു, സിപ്പാഹികളെ, പോയി ഈ എലിയെ പിടിക്കൂ. चूहा सरपट उनके बीच से निकल गया और सिपाही एक के ऊपर एक गिर पड़े. ചൂഹ എലിയെ പിടിക്കാൻ പറ്റുമോ? ഇല്ല. സിപ്പാഹികളോ ഒരാളുടെ മേലെ ഒരാളായിട്ട് വീണു. अब चूहे ने अपनी कमर पर हाथ रखकर कहा. എലി ഇടുപ്പിൽ കൈവച്ചിട്ട് പാട്ട് പാടാൻ തുടങ്ങി. रातों रात में आऊँगा अपनी सेना लाऊँगा तेरे कान कुतरूँगा. राजा ने सोचा. कान चेवी कड़ച്ചു പൊട്ടിക്കും. राजा ने सोचा, चूहे की फौज तो पूरे महल को तहस नहस कर देगी. वे डर से कांपने लगा. രാജാവ് ആലോചിച്ചു, ഫൗജ് സൈന്യം തെഹസ് നെഹസ് നശിപ്പിക്കും. എലികളുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ ഈ രാജകൊട്ടാരം മുഴുവൻ നശിപ്പിക്കും. ചൂഹേനെ ഫിർ കഹാ, रातों रात में आऊँगा अपनी सेना लाऊँगा तो तेरे कान कुतरूँगा. राजा डर से कांपने लगा. कांपती आवाज़ से उसने कहा, चूहे भैया, तुम बेकार में नाराज़ हो रहे हो. मैं अपनी गद्दी से अभी उतरता हूँ और तुम शौक से जितनी देर चाहो इस पर बैठ सकते हो. രാജാവ് പേടിച്ച് കാമ്പിനെ വിറയ്ക്കാൻ തുടങ്ങി. ബേക്കാർ, വെറുതെ, നാരാസ്, ദേഷ്യം. എന്നിട്ട് രാജാവ് പറഞ്ഞു, എലി, നീ വെറുതെ ദേഷ്യപ്പെടല്ലേ. ഞാൻ ഇതിന്ന് ഇറങ്ങാം, ഈ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാം. നീ എത്ര നേരം വേണമെങ്കിലും ഇതിലിരുന്നോളൂ. चूहा बहुत खुश हुआ. शान से वह सिंहासन पर बैठ गया और काफ़ी देर तक वहाँ आराम करता रहा. എലിക്ക് നല്ലോണം ഇഷ്ടമായി. ഷാൻ സെ, പ്രൗഡ്, നല്ല അതിൽ അവൻ ആ സിംഹാസനത്തിലിരുന്ന് വിശ്രമിച്ചു. रात जब काफ़ी बीत गई, वह गद्दी से कूदकर नीचे आया और खुशी खुशी अपने घर को चल दिया. കുറേ രാത്രിയായപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. उसने शान से अपनी चमकीली टोपी अपने सभी साथियों को दिखाई. सभी दोस्त उसकी कहानी सुनना चाहते थे. അവൻ ആ മിന്നണ തൊപ്പി എലികളുടെ ഫ്രണ്ട്സിനെ കാണിച്ച് എല്ലാവർക്കും അവൻ്റെ കഥ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ദർജി ചൂഹയ്ക്ക് കിസ് ബാത് സെ ഡർ ഗിയ. ടൈലർ എന്ത് കേട്ടപ്പോഴാണ് പേടിച്ചു പോയത്? എലിയുടെ പട്ടാളം കൊണ്ടുവന്നിട്ട് മുഴുവൻ തുണി കടിച്ചു പൊട്ടിക്കും പറഞ്ഞപ്പോൾ. ചൂഹ ടോപ്പി ക്യൂ പെഹന്ന ചാത്താ താ. എലി എന്തിനാ തൊപ്പി ഇടാൻ ആഗ്രഹിച്ചിരുന്നത്? എന്താ, അവന് കുറച്ചും കൂടി സുന്ദരനാവാൻ. ചൂഹ ടോപ്പി പർ സിതാരെ ക്യൂ ലഗ്വാനാ ചാത്താ താ. എലിക്ക് ആ തൊപ്പിയിൽ എന്തിനാ ഈ സ്റ്റാർസൊക്കെ വെക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്? കാരണം തൊപ്പി കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളതായിക്കോട്ടെ വിചാരിച്ചു. ദർജി ने चूहे को टोपी सीलने से क्यों मना कर दिया. ടൈലർ എന്തിനാ പറഞ്ഞത് ഞാൻ തുന്നിത്തരില്ല എന്ന്? കാരണം ടൈലർ വിചാരിച്ചു അത് വെറുതെ ടൈം വേസ്റ്റാണെന്ന്. പെഹലെ ക്യാ ഹുവ. 6 സെൻറ്റൻസ് ഉണ്ട്, അതിൽ മീനിങ് ആദ്യം പറയാം. ചൂഹ രാജാ കെ ദർബാർ മേ ഗയ. എലി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി. ദർജീനെ ചൂഹെ കി ടോപ്പി സീൽ ദി. ടൈലർ തൊപ്പി തുന്നി. ചൂഹ ദുക്കാൻദാർ കെ പാസ് സിതാരെ ലേനെ ഗയ. എലി സ്റ്റാർസൊക്കെ വാങ്ങാൻ പോയി. ചൂഹയ്ക്കോ രേഷ്മി കപ്പടെ കി കത്രൻ മിലി. എലിക്ക് തൊപ്പി തുന്നാൻ വേണ്ടി ഒരു തുണി കിട്ടി. ചൂഹ സിംഹാസൻ പർ ബാഠ് ഗയ. സിംഹാസനത്തിലിരുന്നു. ചൂഹ തയ്യാർ ഹോക്കർ ഷെഹർ കി തരഫ് നിക്കൽ പടാ. എലി റെഡിയായിട്ട് ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം ഇതന്നെ, എലി റെഡിയായിട്ട് ടൗണിലേക്ക് ഇറങ്ങി. പിന്നെ ചൂഹയ്ക്കോ രേഷ്മി കപ്പടെ കി കത്രൻ മിലി. ദർജീനെ ചൂഹെ की टोपी सील दी. चूहा दुकानदार के पास सितारे लेने गया. चूहा राजा के दरबार में गया. चूहा सिंहासन पर बैठ गया. बारिश के मौसम में ऐसा क्या होता है जिससे चूहे अपने बिल में से निकल नहीं पाया होगा. മഴ വരുമ്പോൾ എലി എന്താണ് സ്വന്തം ഹോളിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്തത് എലികൾക്ക്? കാരണം അവിടെ മണ്ണും ചെളി ഉണ്ടാവുമല്ലോ. ക്യാ തുമേ ബി ചൂഹ നട്ട്ഖട്ട് ലഗാ. ക്യൂ, നിങ്ങൾക്കും എലി കുറുമ്പനായിട്ട് തോന്നിയോ? അതെന്താ? ഹാ, എലി നല്ല കുറുമ്പനായിരുന്നു. കാരണം എലി എല്ലാവരെ കൊണ്ട് സ്വന്തം കാര്യം പണി ചെയ്യിപ്പിച്ചു.
कपड़े वाले ने, दर्जी ने, सितारे वाले ने चूहे की बात पर ध्यान नहीं दिया। तुम्हें इसका क्या कारण लगता है? ആരും അവൻ പറഞ്ഞത് കേട്ടില്ല. അതെന്താ? കാരണം എലി തൊപ്പിയിടുന്നത് ഒരു ഒരുമാതിരി കാര്യമല്ലേ, അത് കാരണം. अंगूठे की छाप से चूहा. पिछले साल तुमने अंगूठे की छाप से चिड़िया, अनार, गठरी, कठपुतली बनाई थी. अंगूठी की छाप से अपनी पसंद के कुछ और चित्र बनाओ. ഫിംഗർ പ്രിൻ്റാണ്, തമ്പ് പ്രിൻ്റ്. ചിടിയ ബേർഡ് ഉണ്ടാക്കാൻ പറ്റും, അനാർ പോമഗ്രനേറ്റ്, കട്ട്പുത്ലി പപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റും, വേറെയും പല സാധനങ്ങൾ ഉണ്ടാക്കൂ. किसके पास जाओगे? चूहा अपने कामों के लिए बहुत से लोगों के पास गया. इन कामों के लिए तुम किसके पास जाओगे? എലി പല ആവശ്യത്തിനായി പല ആൾക്കാരുടെ അടുത്ത് പോയി. നിങ്ങൾ ഈ ആവശ്യത്തിന് ആരുടെ അടുത്ത് പോവും? കപ്പട ഖരീദനെ, തുണി വാങ്ങാൻ തുണിക്കടയിൽ. ലക്കടി കി കുർസി ബൻവാനെ, വുഡൻ ചെയർ ഉണ്ടാക്കാൻ കാർപ്പൻ്ററുടെ അടുത്ത്. കിതാബ് പർ ജിൽദ് ചടവാനെ, ബുക്ക് ബൈൻഡ് ചെയ്യാൻ ബൈൻഡിങ് വർക്ക് ചെയ്യണം അവിടെ. ബാൽ കട്ട്വാനെ, മുടി വെട്ടാൻ ബാർബറുടെ അടുത്ത്. മൊഹല്ലേക്ക് രഖ്വാലി കർവാനെ, കോളനിയുടെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗാർഡ്. മിട്ടി കെ ദിയെ ഓർ സുരാഹി ഖരീദനെ, കളിമണ്ണിൻ്റെ ദീപം വാങ്ങാൻ കളിമണ്ണ് ഉണ്ടാക്കണ ആളുടെ അടുത്ത്. മാ കി ഘടി ഠീക്ക് കർവാനെ, അമ്മയുടെ വാച്ച് ശരിയാക്കാൻ വാച്ച് കടയിൽ. ഏക് അനേക്, ഖാലി ജഗ ഭറോ. ഫസ്റ്റ് എക്സാമ്പിൾ, ഇസ് കമരെ മേ ദോ खिड़की, അപ്പോൾ खिड़कियाँ है. बुआ समीना के लिए ढेरों कॉपियाँ लाई. लड़कियाँ मैदान में फुटबॉल खेल रही है. गोविंद तेज़ी से सीढ़ियाँ चढ़ रहा था. गंदी जगह पर मक्खियाँ बिन बिनाती रहती है. तुम बजाज होते तो चूहे को कपड़ा देते या नहीं? क्यों? ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ കൊടുക്കില്ല. കാരണം എലിക്ക് തുണിയുടെ ആവശ്യമില്ലല്ലോ, തുണി എലി കടിക്കില്ലേ. चूहा राजा बनकर देखना चाहता था. तुम्हारे विचार से राजा दिन भर क्या करते होंगे? എലിക്ക് രാജാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ പ്രകാരം ഈ രാജാവ് മുഴുവൻ ദിവസം എന്തൊക്കെ ചെയ്യുമായിരിക്കും? രാജാവ് രാജ്യം ഭരിക്കും. രാജാവിൻ്റെ സേനകളെ ഓർഡർ ചെയ്യലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. തും ചൂഹ ബന്ന പസന്ദ് കരോഗെ യാ രാജ? ക്യൂ? നിങ്ങൾക്ക് എലിയാവാനാണോ ഇഷ്ടം, രാജാവാനാണോ ഇഷ്ടം? രാജാവായാലല്ലേ നല്ലത്, എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ നമുക്ക് പരിഹരിക്കാം. कैसे हो काम? दर्जी अपने काम में कैंची, फीते, मशीन, धागे आदि का इस्तेमाल करते हैं. ये लोग किन चीज़ों की मदद से अपना काम करते हैं? दर्जी टेलर എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? കാൻചി സിസേഴ്സ്, ഫീത്തെ ടേപ്പ്, മെഷീൻ സ്വിങ് മെഷീൻ, ധാഗെ നൂല്. ഇനി ഈ ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? ബഡയി കാർപ്പൻ്ററിനെയാണ് പറയുക. ഹാമർ യൂസ് ചെയ്യും, മരം യൂസ് ചെയ്യും, വുഡ്. രസോയ്യ ഒരു കുക്ക്, ഒരു ഷെഫ് എന്താ യൂസ് ചെയ്യുക? ഗ്യാസ്, പിന്നെ പാത്രം. ഡോക്ടർ ഇഞ്ചക്ഷൻ, തെർമോമീറ്റർ. കുംഹാർ കളിമണ്ണുണ്ടാക്കുന്ന ആൾ, കളിമണ്ണ്, പിന്നെ കളിമണ്ണിൻ്റെ പാത്രം ഉണ്ടാക്കാൻ വെള്ളം യൂസ് ചെയ്യും. ചിത്രക്കാർ ആർട്ടിസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യും, ബ്രഷ് യൂസ് ചെയ്യും. കിസാൻ ഫാർമർ, സീഡ്, പിന്നെ ആക്സ് കോടാലി ചെയ്യും. दर्जी का रा. दर्जी शब्द में रा की आवाज़ है जिसे ऊपर इर निशान लगाकर लिखा जाता है. ऐसे ही कुछ और शब्द लिखो. पर्वत एग्जाम्पल्स ആണ്. पर्वत മല, ധർമ്മ ധർമ്മം, മുർഗി hen, സർദി തണുപ്പ്, ദർദ് പെയിൻ, അർത്ഥ് അർത്ഥം.